ഇപ്പൊ നമുക്കറിയാം ദ കേരള സ്റ്റോറി, നമുക്ക് ആ സിനിമ വന്നത് മുതൽ ഇപ്പൊ പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും അത് വന്നത് മുതൽ അതല്ല കേരളത്തിൽ നടക്കുന്നത് എന്ന് കാണിക്കാൻ വല്ലാത്തൊരു വ്യഗ്രത ഒരുപാട് പേർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഈ നടന്ന കേസിനെ വരെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം എങ്ങനെയെങ്കിലും അതിനെ ഇതല്ല എന്ന് ആരെനിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ അതില് പെട്ടുപോകുന്ന ആളുകളല്ലേ. തീർച്ചയായിട്ടും അതായത് അങ്ങനെയല്ല, ഇതെല്ലാം വളരെ ആവശ്യപ്പെട്ട് വരുന്നവരാണ്. പെൺകുട്ടികൾ വളരെ മുന്നോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നില്ല. അത് നോക്കൂ, അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ അത് ലവ് ട്രാപ്പ് ജിഹാദ് എന്നൊക്കെ പറയാം. ഇപ്പം മതം മാറ്റമാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് വരുന്നത്. ഇതിപ്പോൾ അയാളൊക്കെ കുറിയൊക്കെ അണിഞ്ഞിട്ടാണ് നടക്കുന്നത്. ആ കുറി ഒരു വെള്ളം കൊണ്ട് മായ്ച്ചാൽ മായും, പക്ഷെ അതിലൊരു അർത്ഥമില്ല. കാരണം ദർ ഇസ് നോ മാരേജ്. അപ്പോൾ അതിനു വേണ്ടി അയാളെ സഹായിച്ചു കൊടുത്തു. ഇന്നലെ ചർച്ചയിലിരിക്കുമ്പോൾ ആരോ പറഞ്ഞതുപോലെ ഇച്ചിരി മോശം വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്.